ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ എല്ലാം തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഈ ഉദയനിധി സ്റ്റാലിന് വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിദേശയാത്ര അടക്കം മാറ്റിവെച്ചുകൊണ്ടാണ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിശ്ചയിച്ച് അദ്ദേഹം വിദേശയാത്രയിലായിരുന്നു. വിദേശയാത്ര വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ അല്പം മുമ്പാണ് പളനിസ്വാമി ഇവിടെ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മേഖലയിലെത്തി മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം ഇവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം അടക്കം നടത്തി. അതിനിടയിലാണ് ഇപ്പോൾ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ കൂടി ഇപ്പോൾ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിക്കരികിലേക്ക് എത്തുന്നത്. അവിടെ എത്തി ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ കാണും. ഇതിനോടകം തന്നെ 26 പേരുടെ മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അത് കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ആ കുടുംബാംഗങ്ങളുമായി ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഇദ്ദേഹം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലെത്തി അവിടെ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റവരെ സന്ദർശിക്കും. അവരോടും കാര്യങ്ങൾ തിരക്കിയ ശേഷം മാധ്യമങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വരവിനെ തുടർന്ന് ഇപ്പോൾ ഈ റോഡെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങൾ, ഈ മോർച്ചറിക്ക് സമീപം ഉണ്ടായിരുന്ന ആംബുലൻസ് ഒഴികെയുള്ള വാഹനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ കനത്ത സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നേതാക്കൾ വരുന്ന സമയത്ത് ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ റോഡാകെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് വലിയ പോലീസ് വിന്യാസത്തിലേക്ക് അടക്കം പോയിരിക്കുന്നു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ, അതായത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇപ്പോൾ ഈ മോർച്ചറിയിലേക്കായിരിക്കും അദ്ദേഹം എത്തുക. ഇവിടെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ഈ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ പരിക്കേറ്റവർ കഴിയുന്ന ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ഈ അത്യാഹിത വിഭാഗവും അതിനോട് ചേർന്നുള്ള ബ്ലോക്കിലും എത്തി ഈ പരിക്കേറ്റവരെ കാണുകയും അവരുമായി സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കൂടി നമുക്കിപ്പോൾ വിവരങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് വിജയ്ക്കെതിരെ വലിയ വിമർശനം ഉദയനിധി സ്റ്റാലിൻ ഉന്നയിച്ചത്. അതായത് ശനിയാഴ്ച മാത്രം പുറത്തിറങ്ങുന്ന ഒരു നേതാവല്ല താൻ, എല്ലാ ദിവസവും ജനങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഒരാളാണ്. വിജയുടെ പല യോഗങ്ങളും ഈ ശനിയാഴ്ച മാത്രം നടത്തുന്നതിനെ ലക്ഷ്യമിട്ടുള്ള ഒരു വിമർശനമായിരുന്നു. അതിന് വിജയുടെ ഭാഗത്തു നിന്ന് മറുപടിയും ഉണ്ടായി. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരാമർശത്തിനു കൂടി ഒരു സാധ്യതയുണ്ടോ? ക്രിസ്ത്യന, അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം വിജയ്ക്കെതിരെ ഏറ്റവും ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്നതിൽ പ്രമുഖനാണ് ഉദയനിധി സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ, അതായത് 39 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിരവധി ആളുകൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്നു. അങ്ങനെ ഈ നിരവധി ആളുകളെ സംബന്ധിച്ച് അവർ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സങ്കടകരമായ നിമിഷത്തിലൂടെ പോകുന്ന സമയത്ത് അതിലേക്ക് അവരെ തള്ളിവിട്ട വിജയ്ക്കെതിരെ ഉദയനിധി സ്റ്റാലിൻ എന്തായിരിക്കും പറയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ രാഷ്ട്രീയ കോണുകൾ ഉറ്റുനോക്കുന്നത്. ഇന്നലെ എം.കെ. സ്റ്റാലിൻ ഇന്ന് പുലർച്ചെ ഇവിടെ എത്തി അദ്ദേഹം സന്ദർശനം നടത്തുന്ന സമയത്ത് എം.കെ. സ്റ്റാലിൻ ആകട്ടെ ഒരു വിജയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് അദ്ദേഹം പോയില്ല. വിജയുടെ പേര് പറയാതെയുള്ള ഒറ്റവരി പ്രയോഗം മാത്രമാണ് നടത്തിയത്. കാരണം വിജയ് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്റ്റാലിൻ ഇന്നലെ സന്ദർശനത്തിന് ശേഷം, ഇന്ന് പുലർച്ചെ സന്ദർശനത്തിന് ശേഷം സ്റ്റാലിൻ ഒരു ഒളിയമ്പായി പറഞ്ഞു വെച്ചത് തനിക്ക് വീട്ടിലിരിക്കാൻ സമാധാനം ഉണ്ടായിരുന്നില്ല, തന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ട് താൻ ഇന്ന് രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത്. അത്തരത്തിൽ അതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് വിജയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഉദയനിധി സ്റ്റാലിൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായിരിക്കും ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്നത് രാഷ്ട്രീയ കോണുകളെ സംബന്ധിച്ചും പൊതുജനങ്ങളെ സംബന്ധിച്ചും എല്ലാം ആകാംക്ഷയുള്ള കാര്യമാണ്. അതാ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഈ മോർച്ചറിക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ മോർച്ചറിക്ക് സമീപത്തേക്ക് നടന്നു വരികയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ സാധാരണ മറ്റു മന്ത്രിമാരൊക്കെ വന്ന സമയത്ത് അവർ ഈ വാഹനങ്ങൾ സഹിതം ഈ മോർച്ചറിക്ക് അരികിലേക്ക് എത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഉദയനിധി സ്റ്റാലിൻ മാറുന്നു. അദ്ദേഹം വാഹനങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ, അതായത് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. നിരവധി പാർട്ടി നേതാക്കളുണ്ട്. അദ്ദേഹം അവിടെ ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അവിടെ ഇറങ്ങി ഈ നടന്നു വരികയാണ്. ഇപ്പോൾ പോലീസിന്റെ വലിയ സുരക്ഷാ വിന്യാസമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേക സുരക്ഷാ വിന്യാസങ്ങളെല്ലാം ഉണ്ട്.
ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി വിജയ്ക്കെതിരെ ഒരു കടന്നാക്രമണം നടത്തുന്നതിൽ പ്രധാനിയും അദ്ദേഹം ഈ ഒരു വേളയിൽ, അതായത് വിജയുടെ ഒരു പരിപാടി, ആ പരിപാടിയുടെ ആസൂത്രണം പാളുന്നു, അവിടെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. അങ്ങനെ 39 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, 100ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം, 40 പേർക്ക് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുമ്പോൾ എന്തായിരിക്കും ഉദയനിധി സ്റ്റാലിന്റെ ഒരു പ്രതികരണം എന്നത് സംബന്ധിച്ച് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിദേശ പര്യടനം അടക്കം വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഇന്ന് ഈ മോർച്ചറിയിലേക്ക് എത്തിയിരിക്കുന്നത്. കരൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം ഈ മരിച്ചവരുടെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ധനസഹായം അടക്കവും പ്രഖ്യാപിച്ച് നടപടികളുമായി മുന്നോട്ട് പോയതാണ്. അങ്ങനെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ, അത് ജീവൻ നഷ്ടപ്പെട്ടവരാകട്ടെ പരിക്കേറ്റവരാകട്ടെ, അവരെ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഒരു നടപടിയുമായി ഈ തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ആ വേളയിലാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രി പോലും നേരിട്ട് ഇറങ്ങുന്നത്. വിജയ് ആകട്ടെ ഈ സംഭവത്തിന് പിന്നാലെ അദ്ദേഹം വീട്ടിൽ തന്നെ തുടരുന്നു. അതിനിടയിൽ മണിക്കൂറുകൾക്കകം തന്നെ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന വിജയുടെ പരിപാടിക്ക് പോയി അപകടമുണ്ടായ ജനങ്ങളെ, ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ അവരെ ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെങ്കിൽ തന്റെ വിദേശ പര്യടനം തന്നെ പാതി വഴിയിൽ അവസാനിപ്പിച്ച ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഈ മോർച്ചറിക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹം ഈ മോർച്ചറിയിലേക്ക് കയറാൻ ഒരുങ്ങുന്നതാണ്. മോർച്ചറിയിലേക്ക് അദ്ദേഹം കയറുകയാണ്. ഇവിടെ വഴിയിലൊക്കെ ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അവരൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാ അദ്ദേഹം ഇപ്പോൾ ഈ മോർച്ചറിക്കകത്തേക്ക് നടന്നു കയറുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം മോർച്ചറിക്കകത്തേക്ക് നടന്ന് കയറുന്നു. വലിയ പോലീസ് സുരക്ഷ. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ദുബായിൽ ഉള്ള സന്ദർശനം വെട്ടിച്ചുരുക്കി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേർന്ന് ഇരിക്കുകയാണ്. ബന്ധുക്കളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.